നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ടോപ്പിക്കിൽ ഇൻകോർപ്പറേഷൻ എന്ന സ്റ്റേജാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ഫോർമേഷൻ്റെ പ്രൊമോഷൻ എന്ന ഘട്ടം വിശദമായി ഡിസ്കസ് ചെയ്തിരുന്നു. ആസ് യു നോ, formation of a company consists of 3 stages. What are they? Yes, promotion, incorporation and subscription of capital. ഇതിൽ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനിയാണ്. നമുക്കറിയാം, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ രൂപീകരണം കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. എല്ലാ കമ്പനികളും കമ്പനീസ് ആക്ടിൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഈസ് കമ്പൽസറി. സോ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ നടപടിക്രമം എന്താണ്? രജിസ്ട്രേഷൻ, ഇതാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇൻകോർപ്പറേഷൻ ഈസ് ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ആസ് എ ബോഡി കോർപ്പറേറ്റ് under the Companies Act 2013 or previous act. Incorporation is a legal process consisting of the following steps. അപ്പോൾ കമ്പനീസ് ആക്ടിന് കീഴിൽ ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടിയാണ് ഒരു കമ്പനി നിയമപരമായി നിലവിൽ വരുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായി പാലിച്ചുകൊണ്ട് കമ്പനീസ് ആക്ടിന് കീഴിൽ ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ, അതിനാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ സ്റ്റേജസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, ഡിസൈഡിങ് ദ ഫോം ഓഫ് ദി കമ്പനി, ദാറ്റ് ഈസ് വെദർ ടു രജിസ്റ്റർ ദി കമ്പനി ആസ് എ പ്രൈവറ്റ് ഓർ പബ്ലിക്. നമ്മൾ രൂപീകരിക്കുന്ന കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ടാണോ പബ്ലിക് കമ്പനി ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുക. ദെൻ നെയിം അപ്രൂവൽ, ഫയൽ ആൻ ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഫോർ അപ്രൂവിംഗ് എ നെയിം ഫോർ ദി കമ്പനി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എല്ലാ കമ്പനികൾക്കും തനതായ ഒരു പേരുണ്ടാവണം. കമ്പനിക്ക് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് കമ്പനി രജിസ്ട്രാർ അനുമതി നൽകണം. ഏതൊക്കെ പേരുകളാണ് അനുവദിക്കാത്തത്? യെസ്, നിലവിലുള്ള കമ്പനികളുടെ പേരോ അതിനോട് സദൃശ്യമായ സാമ്യമുള്ള പേരുകളോ അനുവദിക്കാറില്ല. ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പേര് നമ്മുടെ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല. അതേപോലെ നാഷണൽ ലീഡേഴ്സിൻ്റെ പേരുകളൊക്കെ സ്വീകരിക്കുകയില്ല. അപ്പോൾ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഒരു പേര് കമ്പനിക്കുണ്ടാവണം. സോ രജിസ്ട്രാർക്ക് നമ്മൾ ഒരു 3 പേര് പ്രയോറിറ്റി ക്രമത്തിൽ അപേക്ഷയിൽ സമർപ്പിക്കുന്നു. അതിൽ ഉചിതമായ ഒരു പേര് രജിസ്ട്രാർ നമുക്ക് അനുവദിച്ച് നൽകും. ദെൻ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്ത് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിക്വയർഡ് ഫീ. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ സ്ഥാപിക്കുന്നത് ആ സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രാർക്ക് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനും അതിൻ്റെ ഫീസും ദെൻ രജിസ്ട്രേഷൻ ആവശ്യമായ പ്രമാണങ്ങളും നമ്മൾ നൽകണം. സോ ഏത് സംസ്ഥാനത്താണോ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിക്കുന്നത് ആ സംസ്ഥാനത്തെ കമ്പനി രജിസ്ട്രാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ, ആവശ്യമായ ഫീസ്, ദെൻ രജിസ്ട്രേഷന് വേണ്ടി സമർപ്പിക്കേണ്ട എല്ലാ പ്രമാണങ്ങളും കൃത്യമായി സൈൻ ചെയ്ത് ഏൽപ്പിക്കുക. എന്തൊക്കെ പ്രമാണങ്ങൾ വേണമെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ്: മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 7 persons ഇൻ എ പബ്ലിക് കമ്പനി. ഇറ്റ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആൻഡ് വിറ്റ്നസ്ഡ് പ്രോപ്പർലി. സോ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് ആ കമ്പനി രൂപീകരിക്കാൻ ആവശ്യമായ ഏറ്റവും മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണോ അത്രയും ആളുകൾ സൈൻ ചെയ്ത് സാക്ഷി ഒപ്പ് സഹിതം നമ്മൾ
കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം ചുരുങ്ങിയത് 7 അംഗങ്ങൾ വേണം. ആയതിനാൽ തന്നെ മെമ്മോറാണ്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 7 ആളുകൾ ഒപ്പിടണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ചുരുങ്ങിയത് 2 പേരാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ രൂപീകരണത്തിൽ ഏറ്റവും ചുരുങ്ങിയ ആളുകൾ എത്ര വേണോ അത്രയും പേരെങ്കിലും ഒപ്പിട്ട മെമ്മോറാണ്ടം സമർപ്പിക്കുക. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്യൂലി സൈൻഡ് ബൈ ദ സിഗ്നേച്ചറീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ ഗവേൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്ത ആളുകളെല്ലാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒപ്പുവച്ചിരിക്കണം. ദെൻ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് കണ്ടെയ്നിങ് ദെയർ നെയിം, അഡ്രസ് ആൻഡ് ഓക്കുപേഷൻ. കമ്പനിയുടെ പ്രഥമ ഡയറക്ടറായി ആരെയൊക്കെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര്, വിവരങ്ങളും വിലാസങ്ങളും എല്ലാം. ദെൻ റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ടു ആക്ട് ഇൻ ദാറ്റ് കപ്പാസിറ്റി. നമ്മൾ ഡയറക്ടറായി നിർദ്ദേശിക്കുന്ന വ്യക്തികൾ കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു കൊള്ളാം എന്നുള്ള ഒരു സമ്മതപത്രം. ദെൻ undertaking of the directors to the effect that they will take up and pay for qualification shares. അപ്പോൾ ഡയറക്ടറായി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഷെയർ ഉണ്ട്. അതിനാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആവശ്യമായ മിനിമം ഷെയറുകൾ എടുത്തുകൊള്ളാം എന്നതിൻ്റെ ഒരു ഡിക്ലറേഷൻ. ദെൻ നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഷോയിങ് ദി അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വിവരങ്ങൾ, ഏത് സംസ്ഥാനത്താണ്, അതിൻ്റെ വിലാസം ലഭ്യമാണെങ്കിൽ ആ വിലാസം സഹിതം നൽകുക. ദെൻ എ കോപ്പി ഓഫ് ദ രജിസ്ട്രാർസ് ലെറ്റർ അപ്രൂവിങ് ദ നെയിം ഓഫ് ദി കമ്പനി. കമ്പനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് അനുവദിച്ചുകൊണ്ട് രജിസ്ട്രാറിൽ നിന്നും ഒരു ലെറ്റർ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഒരു കോപ്പി. Then statutory declaration by an advocate or Supreme Court or High Court or Chartered Accountant or a director of the company that all requirements of the act have been complied with. Companies Actil രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന ഒരു ഡിക്ലറേഷൻ നൽകണം. Then after scrutiny the registrar issues a certificate called Certificate of Incorporation and allot a SIN corporate identity number. ഇതോടുകൂടി ഈ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്ന എല്ലാ രേഖകളും രജിസ്ട്രാർ പരിശോധിച്ച് അദ്ദേഹത്തിന് തൃപ്തിയായെങ്കിൽ കമ്പനിയെ രജിസ്റ്റർ ചെയ്യുന്നു. കമ്പനിയുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു രജിസ്റ്ററിൽ കമ്പനിയുടെ പേര് രേഖപ്പെടുത്തുകയും രജിസ്ട്രേഷൻ്റെ ഒരു നമ്പർ, സിൻ എന്ന് പറയും, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കമ്പനിക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുകയും കമ്പനിക്ക് സ്ഥായിയായ ഒരു നിലനിൽപ്പ് ലഭിക്കുകയും ചെയ്യും. സോ കമ്പനി രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷയോടൊപ്പം മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, നെയിം അപ്രൂവൽ, notice showing the address of registered office, then fee receipt for registration, declaration മുതലായ എല്ലാ കാര്യങ്ങളും കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്നു. രജിസ്ട്രാർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കമ്പനിയുടെ പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും രജിസ്റ്റർ നമ്പർ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ നമ്മൾ കമ്പനിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നു. So, registration certificate is a conclusive proof of the registration of a company. It may be called the birth certificate of the company. It is an evidence of the regularity of the incorporation of the company. കമ്പനി നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കമ്പനി നിലവിൽ വന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ നമ്മൾ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഡേറ്റ് മുതൽ കമ്പനി നിലവിൽ വന്നതായി പരിഗണിക്കുന്നു. ഓൺ രജിസ്ട്രേഷൻ ദി കമ്പനി ബിക്കംസ് എ ലീഗൽ എൻറ്റിറ്റി വിത്ത് പെർപെച്വൽ സക്സഷൻ.
It is an evidence that memorandum and articles are within law and all provisions of the Act in respect of registration have been complied with. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സൂചിപ്പിക്കുന്നത് കമ്പനി നിയമപരമായി നിലവിൽ വന്നു എന്നാണ്. കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും എല്ലാം നിയമവിധേയമാണ്. രജിസ്ട്രേഷൻ്റെ എല്ലാ പ്രക്രിയകളും നടപടിക്രമങ്ങളും സാധുവാണ് എന്നതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെളിവാക്കുന്നത്. എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ക്യാൻ കമൻസ് ബിസിനസ് immediately after getting certificate of incorporation, but a public limited company can commence business only after getting the certificate of commencement of business. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ ബിസിനസ് ആരംഭിക്കാം. എന്നാൽ ഒരു പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഷെയർ ക്യാപിറ്റലിൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ ബിസിനസ് ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി നിയമപരമായി നിലവിൽ വന്നു എന്നതിൻ്റെ ആധികാരിക രേഖയാണ്. ഇതിനെ നമ്മൾ കമ്പനിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനിക്ക് ബിസിനസ് ഉടൻ തന്നെ ആരംഭിക്കാം. എന്നാൽ പൊതു കമ്പനിക്ക്, പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ മൂലധന സമാഹരണവും തുടർന്ന് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. Then it is the time to test your understanding. Thank you for your cooperation.